അപ്പോൾ ഇനി എനിക്ക് സമാധാനത്തോടെ തലയാട്ടാം. അതെ, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നമ്മുടെ ചാനലിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. ബ്രോ ബാക്ക്ഗ്രൗണ്ട് സെറ്റായ ബ്രോയുടെ ചാനൽ എന്തായാലും കയറും. ഫൈനലി ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി. ആദ്യമായിട്ടാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഇത്രയും നാളും ഞാൻ 3-4 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. ഇത്ര നാളും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പക്ഷേ ഫൈനലി സാറ്റിസ്ഫാക്ഷൻ കിട്ടി. സെയിം കളറാണ്. കാരണം ഞാൻ ഡാർക്ക് എടുക്കത്തില്ല. ഡാർക്ക് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് പറയും ബ്രോ ഡാർക്ക് മാറ്റാൻ. ബ്ലൂ വെച്ച് കഴിഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു ബ്ലൂ മാറ്റാൻ. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു ന്യൂട്രൽ കളർ ഇത് തന്നെയാണ്, ഗ്രേ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വെക്കുന്നത്. പേടിക്കേണ്ട, നമ്മൾ ഇതിൻ്റെ പുറകിൽ വേറെ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വെക്കും. കുറച്ച് ഡെക്കറേഷൻ വർക്ക്സ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം. കുറേ നാളത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഫോക്കസ് കിട്ടത്തില്ല. കാരണം പുറകിലത്തെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ച വാൾപേപ്പർ അമ്മരെന്നെ പറ്റിച്ചു. ഞാൻ വിചാരിച്ചു മറ്റേ മാറ്റ് ഫിനിഷാണ്, പക്ഷെ അത് ഗ്ലോസി ഫിനിഷ് ആയിരുന്നു. എനിവേ ഫോണിനകത്തെ പോലെ. അപ്പം അതുകൊണ്ടാണ് ആ റിഫ്ലക്ഷൻ വന്നത്. ഫൈനലി അത് മാറിയിട്ടുണ്ട്. എല്ലാം ഏറെക്കുറെ ശരിയാന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോട്ടെ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത്രയൊക്കെ എന്നെക്കൊണ്ട് പറ്റൂല. എനിക്കൊരു മാറാൻ മേല. ഞാൻ മടുത്തു. മടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒന്ന് ലാവേനെ പറ്റി, പിന്നെ ഒന്ന് റിയൽമിനെ പറ്റി. അതെ, ഇവർ ലോഞ്ച് ചെയ്ത ഫോണിനെ പറ്റിയാണ്. ലാവയുടെ ബ്ലേസ് കർവ്ഡും റിയൽമിയുടെ 12 ഈ പറഞ്ഞ ഫോണുകളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറേ പേർക്ക് ഭയങ്കര പരാതിയായിരുന്നു നത്തിങ് ഫോണിൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ അന്ന് ലോഞ്ച് ചെയ്ത ലാവയെ പറ്റി ഒന്ന് പറഞ്ഞിരുന്നു. ലാവയെ പറ്റി പറഞ്ഞാൽ ആരും മേടിക്കാനില്ല. ഞാനത് കഴിഞ്ഞ തവണ മനസ്സിലാക്കിയത് മറ്റേ അഗ്നി 2 ഇറങ്ങിയപ്പോൾ, അഗ്നിയോ അത് തന്നെ, അതിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ അത്രയും നന്നായിട്ട് നല്ല ഫോൺ ഇറക്കിയത്, പക്ഷെ കുറച്ച് കഴിഞ്ഞ് അതിന് കുറേ ഈ പറയുക ക്യാമറ പ്രശ്നങ്ങളൊക്കെ കാരണം അത് ഡീഗ്രേഡ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ലാവ് ഒരു ഫോൺ ഇറക്കാൻ എനിക്കൊരു ഉറപ്പില്ല അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്താൽ ആരും പോയി മേടിക്കാനും പോകുന്നില്ല. അതാണ് ഒരു പ്രത്യേകത. എല്ലാവരും ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറയത്തേ ഉള്ളൂ, പക്ഷെ ആരും മേടിച്ച് സഹായിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം, കാശ് നമ്മുടെയാണ്. അവന്മാരെ മേടിച്ച് സഹായിക്കേണ്ട കാര്യം നമുക്കില്ല. അത് വേറെ കാര്യം. കാരണം മേടിച്ചിട്ട് ഇപ്പം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിലോ. സോ അതിനകത്ത് സത്യം പറഞ്ഞാൽ 2 സൈഡാണ്. അതിനകത്തൊരു ഒപ്പീനിയൻ, ഒരു കറക്റ്റായിട്ടൊരു കാര്യം പറയാനില്ല. പക്ഷേ അവർ ചെയ്യുന്നത് നല്ല രീതിയിലേക്കാണ് പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനൊരു പ്രൈസ്, ഇത് വളരെ ഒരു റെവല്യൂഷണറി പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലാവയുടെ. അപ്പോൾ സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഞാൻ പറയാം. 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED കർവ്ഡ് ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ്, 600 Hz പീക്ക് ബ്രൈറ്റ്നസ്. ഡിസ്പ്ലേ ഓക്കെയാണ്. Dimensity 7050 ചിപ്സെറ്റ്, LPDDR5 UFS 3.1. പലവന്മാർ ഇവിടെ 24,000 ഫോൺ ഇറക്കിയിട്ട് LPDDR4X UFS 2.2 ആണ് തരുന്നത്. 5ഉം 3.1ഉം അതും അണ്ടർ 20,000. എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ Android 13 ആണ്. 2 അപ്ഡേറ്റ്സും 3 സെക്യൂരിറ്റി പാച്ചസും കൊള്ളാം. ലാവ നല്ലതായിട്ടാണ് ചെയ്യുന്നത്. 64 മെഗാ സോണിയുടെ സെൻസറാണ്. സെൻസർ ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. 8 മെഗാ അൾട്രാ വൈഡ്, 2 മെഗാ നമ്മുടെ ചാനലിലെ സ്വന്തം പ്രഹസനമുണ്ട്. വളരെ സന്തോഷം. 32 മെഗാ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. 5000 mAh ബാറ്ററി, 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ. എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് Wi-Fi 6, ബ്ലൂടൂത്ത്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡോൾബി ആറ്റ്മോസ് സ്പീക്കർ, ഗൊറില്ല ഗ്ലാസ് 3 ഉണ്ട്. പിന്നെ ഗ്ലാസ് ബാക്ക് ആണ് എനിക്ക് തോന്നുന്നത്. ഡിസൈൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്. പ്രൈസ് ശരിക്കും ഞെട്ടിക്കും. 8GB 128GB പ്രൈസ് 17,999, 18,000 രൂപയാണ്. 8GB 256GB പ്രൈസ് 19,000 രൂപയാണ്. കുറേ നാൾക്ക് ശേഷമാണ് ചരിത്രം തിരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് ഇങ്ങനെ വരുന്നത്. ഇത്രയും നാളും 2019, 20, 21 ആദ്യത്തെ സമയത്തിന് ശേഷം ഇങ്ങനൊരു പ്രൈസ് കണ്ടിട്ടില്ല. കാരണം Dimensity 7050 അന്നും ഇന്നും ഇറക്കുന്ന എല്ലാവരും കൂടെ 20,000 മേളിൽ വെക്കുന്നത്. ഫൈനലി ഒരു ബ്രാൻഡ് 18 കൊണ്ട് വെച്ചു. ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും 20,000 നിങ്ങൾക്ക് ഇതിനേലും ബെസ്റ്റ് സ്പെസിഫിക്കേഷൻ കിട്ടാനില്ലെന്ന്. പിന്നെ iQ C9 ഇറങ്ങാനുണ്ട്. അതിൻ്റെ വേറെ സെറ്റപ്പാണ്. അതും വേണമെങ്കിൽ നമുക്കൊരു കത്തീര് പ്രൈസാന്ന് പറയാം. കാരണം കിഡിലനാണ് അതിൻ്റെ സ്പെക്ക്. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്തായാലും. പക്ഷെ ഇതും കൊള്ളാം, നല്ല പ്രൈസാണ്. അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. അത് എൻ്റെ വായിന്ന് പോസിറ്റീവ് നിങ്ങൾ കേട്ടോ, ഞാൻ ആരുമല്ല എന്നാലും. അപ്പം 18,000 ഒന്നും പറയാനില്ല. കാരണം 7050 4K റെക്കോർഡിംഗ് ഉൾപ്പെടെ നിങ്ങൾക്ക് അണ്ടർ 20,000 കിട്ടും. കർവ്ഡ് ഡിസ്പ്ലേ നിങ്ങൾക്ക് കിട്ടും. സോണിയുടെ ക്യാമറ കിട്ടും. ക്യാമറ എങ്ങനെയാണെന്നുള്ളത് വേറൊരു ചോദ്യം. കാരണം ലാവയാണ് വെക്കുന്നത്. ഇതെല്ലാം നല്ലതാണെങ്കിലും ഈ ഫോൺ അണ്ടർ റേറ്റഡ് ആയി പോകുന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയ്ക്കും ആൾക്കാരുടെ മൈൻഡ് ചൈനീസ് ബ്രാൻഡിലേക്ക് ഇങ്ങനെ ഇതിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മൈൻഡ് ഒരു പരിധിവരെ അങ്ങനെയാണ്. കാരണം ലാഭ ഒരു സാധനം ഇറക്കാൻ എങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ വരുത്താം. യൂസ് ചെയ്ത് നോക്കിയാലേ മനസ്സിലുള്ളൂ. അത് വേറെ ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഡൗട്ടാണ് ലാഭയെ പറ്റി ഒരു പരിധി വരെ. എന്തായാലും ഈ സാധനം കൊള്ളാം. അന്ന് ഞാൻ ചെയ്യാഞ്ഞെന്ന് വെച്ചാൽ ഞാൻ അന്ന് ചെയ്തിട്ട് അഗ്നിയുടെ ചെയ്തിട്ട് എല്ലാവർക്കും വലിയ എതിർപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ കുറേ പേര് യൂസ് ചെയ്ത കുറേ പേര് നല്ലതാന്ന് പറഞ്ഞായിരുന്നു, ബ്രോ നല്ലതാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ലാഭയെ പറ്റി പറയാനില്ല. നല്ല കിടിലൻ ഫോൺ, കിടിലൻ പ്രൈസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം
20,000 നല്ല ബഡ്ജറ്റ് എക്സ്പെരിമെന്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ലാഭം മേടിക്കാം. അടുത്തായിട്ടുള്ളതെന്ന് പറഞ്ഞത് നമ്മൾ 2 വെള്ളത്തെ ചവിട്ടാന്ന് പറഞ്ഞൊരു രീതിയാണ്. അതായത് റിയൽമി 12+. ഞാൻ പ്രതീക്ഷിച്ചത് 20,000 അടി വരുന്നതാണ്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, എമാര് എന്ത് ചെയ്തു, നൈസായിട്ട് 21 വെച്ചു. 21 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മിഡിൽ പ്രൈസ്, അതിൽ ഓക്കെ പ്രൈസ് എന്ന് പറയാം. എന്നാൽ എക്സ്ട്രീം ആയിട്ട് പറയാനും പറ്റത്തില്ല. 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ്, 1200 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ്. ഡിസ്പ്ലേ ഓക്കെ ഫൈൻ. ഇപ്പോൾ വരുന്ന എല്ലാ ഡിസ്പ്ലേ ഓക്കെ ഫൈൻ ആണ്, ഗ്രീൻ ലൈൻ വരുന്നവരെ. Dimensity 7050, അതായത് ലാവയിലുള്ള സെയിം ചിപ്പ്, ലാവ ഈ പറഞ്ഞ ബ്ലേസിനകത്തുള്ള. Android 14 2 മേജർ അപ്ഡേറ്റും 3 years ഓഫ് സെക്യൂരിറ്റി പാച്ചസ്, അതായത് സെയിം ലാവ. അത് വേറെ കാര്യം. 50 മെഗാപിക്സൽ സോണിയുടെ LYT600 എന്ന് പറഞ്ഞ സെൻസർ ആണുള്ളത്. LYT600 സോണിയുടെ സെൻസർ. നല്ല പ്രതീക്ഷയുണ്ട്, നല്ല സെൻസറാണ് വെച്ചിരിക്കുന്നത്. ഇവർ പണിയെടുക്കുകയാണെങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടും. 8 മെഗാപിക്സൽ അൾട്രയുടെ 2 മെഗാപിക്സൽ പ്രൊസസ്സറും, 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്, 67 വാട്ട്സ് ഫാസ്റ്റ് ചാർജർ, IP54, ബ്ലൂടൂത്ത് 5.2, Wi-Fi 5, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, എല്ലാ സെറ്റപ്പും ഉണ്ട്. അവിടെ ഗ്ലാസ് ബാക്ക് കിട്ടും. ഈ ഒരു ഫോണിന്റെ പ്രൈസ് ആക്ച്വലി 20,000 അടിയിലായിരുന്നു വെക്കേണ്ടത്. 8GB 128GB പ്രൈസ് എന്ന് പറഞ്ഞാൽ 20,999 8GB 256GB പ്രൈസാണ് 21,999. കഴിഞ്ഞ വർഷം മോട്ടോ എഡ്ജ് 14 നിയോ വന്നപ്പോൾ 14 നിയോ വന്നപ്പോൾ 20,999 ഇനീഷ്യൽ പ്രൈസ് വെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു. നല്ല ഫോണായിരുന്നു, കുറെ വിറ്റുപോയൊരു ഫോണാണ്. ഇപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു ഫോണാണ്. അതിപ്പോഴും മാർക്കറ്റിലുണ്ട്. അതിൻ്റെ പ്രൈസ് ഇപ്പോഴും 20,999 ആണ്. ഉറപ്പായിട്ട് ഞാൻ അതേ സജസ്റ്റ് ചെയ്യുള്ളൂ, കാരണം ഇത് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കഴിഞ്ഞ വർഷം ആ ഒരു പ്രൈസ് അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വർഷം ഈ വർഷവും സെയിം ചിപ്സെറ്റ് തന്നെ ഈ വർഷം ഇറക്കിയിട്ട് ആ ഒരു പ്രൈസ് വെക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. 20,999 ആ ചിപ്സെറ്റ് ഓൾറെഡി 2 വർഷം പഴയതായി. ഇത് ഇങ്ങനെ മീഡിയാടെക് ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രോ ഇപ്പം നിങ്ങൾ ലാവയെ പറ്റി പോസിറ്റീവ് പറഞ്ഞല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ഇപ്പം നെഗറ്റീവ് പറഞ്ഞത്? ലാവ വെച്ചേക്കുന്ന പ്രൈസ് 18 രൂപയാണ്. 18 3 ചേർത്താൽ 21 ആകുമ്പോഴാണ് റിയൽമിയുടെ പ്രൈസിലെത്തുന്നത്. 3000 രൂപ നഷ്ടമുണ്ട്. 3000 രൂപ വലിയ പ്രൈസാണ്, അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. 3000 രൂപ അതിനകത്ത് 3000 രൂപ വേണം. 3000 രൂപ വേണ്ടടുത്ത് 3000 രൂപ തന്നെ വേണം. അതെ, അപ്പം അല്ലെങ്കിൽ പ്രൈസ് അത്രയും കുറയണം. ചിപ്സെറ്റ് ഇങ്ങനെ പഴഞ്ചൻ വെക്കുവാണെങ്കിൽ പ്രൈസ് അത്രയും കുറയ്ക്കണം. ലാവ പെർഫെക്റ്റ്ലി പ്രൈസ്ഡ് ആണ്, ഇത് ഓക്കെ പ്രൈസ്ഡ് ആണ്. എന്നാൽ ഓവർ പ്രൈസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഇനി IQ ഇറങ്ങാൻ നേരത്ത് ഞാൻ കറക്റ്റായിട്ട് പറയാം, ഇത് ഒരു പരാജയ പ്രൈസിങ് ആണെന്ന് വേണം ആ ഫോണിൻ്റെ പ്രൈസ് കൂടെ വന്നിട്ട് വിലയിരുത്താം. അതും സെയിം പ്രൈസിലാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറയാം. എന്തായാലും ഇതാണ് റിയൽമി 12+. ഇനി റിയൽമി 12 പറ്റി ഞാൻ കുറച്ചേ പറയുള്ളൂ, അത് വേറെ കാര്യം. 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. LCD AMOLED എന്ന് പറഞ്ഞ ഒരു വേർതിരിവ് ഞാൻ ഇനി വെക്കത്തില്ല, കാരണം ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ AMOLED എടുത്ത് തോട്ടിലറിയും. LCD അത് വരത്തില്ലെന്നേലും പ്രതീക്ഷിക്കാം. 120 Hz റിഫ്രഷ് റേറ്റ് ഓക്കെ. Dimensity 6100 ചിപ്സെറ്റ് ഓക്കെ. LPDDR4X UFS 2.2 ഓക്കെ. Android 14 108 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ, 2 മെഗാപിക്സൽ പ്രൊസസ്സർ, പരാജയം. 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ, 5000 mAh ബാറ്ററി, 45 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, 3.5mm ജാക്ക് ഉണ്ട്, Wi-Fi 5, ബ്ലൂടൂത്ത് 5.3 ഉണ്ട്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് 6GB 128GB പ്രൈസ് 16,999. 8GB 128GB പ്രൈസാണ് 17,999. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇത് മേടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് റെഡ്മിയുടെ എനിക്കൊന്ന് Note 13 ബേസ് വേരിയന്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ്, അതെടുക്കാം അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ. അല്ലെങ്കിൽ ലാവ കണ്ണു അടച്ചെടുക്കാം, പക്ഷേ ലാവ എടുക്കത്തില്ലായിരുന്നു, നമുക്ക് പറയാൻ ഉള്ളൂ. അതാണ് വേറെ പ്രശ്നം. ഇത് രണ്ടും നോക്ക്. അല്ലെ വേറെ IQ C9 ഇനി ഇറങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരൂടെ പ്രൈസ് കയറ്റിയിട്ട് റിയൽമി 12+. ഇനി ഇതൊന്നും അല്ല, മോട്ടോ G84 അവിടെ ഓൾറെഡി കിടപ്പുണ്ട്, അതും എടുക്കാം. ഇത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പറയാം, 6100+ ചിപ്സെറ്റ്, LCD ഡിസ്പ്ലേ, LCD പോട്ടെ, 6100+ ചിപ്സെറ്റ്, പിന്നെ 108 മെഗാപിക്സൽ ഈ പരാജയ ക്യാമറ, അത് കൊള്ളത്തില്ലെന്നുള്ളത് ഇവന്മാർക്ക് ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത് എനിക്കറിയത്തില്ല. 108 പരാജയമാണ്. സാംസങ് ഒഴിച്ച് ബാക്കി ഏത് കമ്പനി വെച്ചാലും 108 പരാജയമാണ്, അത്രേ ഉള്ളൂ. കാരണം ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. 200 വെച്ചിട്ട് തന്നെ പരാജയമാണ്, അപ്പോഴാണ് 108. അതും അൾട്രാവൈഡൊക്കെ ഒന്നും ഇല്ല. ഇതെന്തിനാണ് ഇറക്കുന്നത്? ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടാണ് തോന്നുന്നത്. അതായത് ഇവർ ഓൺലൈനിന് വേണ്ടി, നമ്മളെ ടെക് എന്തൂസിയാസ്റ്റിന് വേണ്ടിയുള്ള ഫോണല്ലത്, അത് മനസ്സിലാവും. ഇവർ റിയൽമി 12+ അവർക്ക് 20 വെക്കാത്തതാണ്, അതാണ്. അപ്പം മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അത്ര അത്യാവശ്യക്കാർക്ക് മേടിക്കാം. കാരണം ഞാൻ അത്രയും പറഞ്ഞാലും കുറേ പേര് പറയും എന്നാ ബ്രോ കുഴപ്പമൊന്നും, അവർ ധൈര്യമായിട്ട് പോയി മേടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ള 3 ഫോൺസ്. ഇതിനകത്ത് ലാവയും റിയൽമി 12+ ഓക്കെ ഫോണാണ്. ലാവ അടിപൊളിയാണ്, പക്ഷെ ആരും എടുക്കത്തില്ല. ഞാൻ എത്ര അടിപൊളിയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യാൻ. എന്തായാലും കുറേ പേര് ഒപ്പീനിയൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. ഒപ്പീനിയനാണ് എൻ്റെ ഫോണില്ല, അതുകൊണ്ട് അതും പറഞ്ഞേക്കുവാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും